പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന വയനാട്ടിൽ മഴമേഘങ്ങളുടെ സവിശേഷ സ്വഭാവം പഠിക്കാൻ ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കാനൊരുങ്ങുന്നു. പുൽപ്പള്ളി പഴശ്ശി രാജ കോളേജിൽ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. കാലാവസ്ഥ നിരീക്ഷിക്കാവുന്ന എക്സ് ബാൻഡ് റഡാർ 6 മാസത്തിനുള്ളിൽ സ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വടക്കൻ കേരളത്തിന്റെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് വയനാട്ടിൽ റഡാർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. കൊച്ചിയിലെ റഡാർ സംവിധാനത്തിന് വടക്കൻ കേരളത്തിലെ മഴയുടെ അളവ് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തതും കഴിഞ്ഞ വർഷത്തെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമാണ് നടപടികൾ വേഗത്തിലാക്കിയത്. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമായി ചേർന്ന് സ്ഥാപിക്കുന്ന എക്സ് ബാൻഡ് റഡാറിൽ 100 കിലോമീറ്റർ വിസ്തൃതിയിൽ നിരീക്ഷണം നടത്താനാവും. ഇതിനായി പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് 30 സെന്റ് ഭൂമിയാണ് 30 വർഷത്തേക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. നമുക്ക് വയനാട്ടിലുള്ള ഈ ദുരന്തങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്കിങ്ങനെ ഒരു എൻക്വയറി വന്നത്. നമുക്കിങ്ങനെ ഒരു സ്ഥലം കൊടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട മലങ്കര പത്തരിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള തിരുമേനി അതിന് സമ്മതം നൽകുകയും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മുടെ ക്യാമ്പസ് സന്ദർശിക്കുകയും ചെയ്തു. അപ്പോൾ അവർ സ്ഥലം നോക്കി അത് അനുയോജ്യമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ അതുമായിട്ട് നമ്മളൊരു 3-4 മാസം മുമ്പാണ് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു. ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ഒപ്പുവെച്ചത്. ബാംഗ്ലൂർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ തയ്യാറാക്കിയ റഡാർ 6 മാസത്തിനുള്ളിൽ സ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വയനാട്ടിലെ റഡാർ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഈ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒരേ സമയത്ത് തന്നെ തുടർന്നു കൊണ്ട് പോകാൻ പറ്റും. ഇപ്പം പേപ്പർ വർക്കുകളെല്ലാം പാരലലി അത് നടക്കും. എല്ലാ ഏജൻസികളുമായിട്ട് ഓൾറെഡി നമ്മൾ സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ആ ഫോർമാലിറ്റി മാത്രമേ പെൻഡിങ്ങിലുള്ളൂ. എല്ലാ സമയത്തും സംസ്ഥാന സർക്കാർ നമ്മൾ സഹായിക്കും. അത് ചെയ്യേണ്ടത് IMD ആണ്. പക്ഷേ സംസ്ഥാന സർക്കാർ എപ്പോഴും നമ്മുടെ സപ്പോർട്ടിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ലഭിക്കുന്ന റഡാറിന് മേഘങ്ങളുടെ പ്രതിഫലനം മനസ്സിലാക്കി എത്ര അളവിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ളത് എവിടെയാണെന്നും മനസ്സിലാക്കാനാകും. വയനാടിന് പുറമെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും. ഉടൻ പ്രവർത്തന സജ്ജമാകുന്ന മംഗലാപുരത്ത് റഡാർ പരിധിയിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളും ഉൾപ്പെടും. ചുരുക്കത്തിൽ വയനാട്ടിൽ കൂടി റഡാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ നിരീക്ഷണ പരിധിയിലാകും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ പഴശ്ശിരാജ കോളേജിൽ ദുരന്ത ലഘൂകരണ രംഗത്തെ കോഴ്സുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.